കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മൈൻഡ് സെറ്റല്ലായിരുന്നു. നമ്മുടെ മിക്കു നമ്മളെ വിട്ടുപോയിട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആകെ ഒരുപാട് കൂട്ടുണ്ടായിരുന്ന ഒരു കസിനായിരുന്നു. ആളും നമ്മളെ വിട്ടുപോയി. ഈ 2 വർഷവും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നൊന്നും അറിയാൻ പാടില്ലാണ്ട് മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിരുന്നു. ആ ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും സങ്കടമുണ്ട്. എന്നാലും ആളുകൾ നമ്മുടെ അടുത്ത് വീഡിയോസ് എന്താ ഇടാത്തേ എന്ന് ചോദിച്ചു വന്നു തുടങ്ങി. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടുപോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അത് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കരമായിട്ടും ഡൗൺ ആക്കും. ഇനി ഞാൻ പറയാൻ പോണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരായിരിക്കും. ഒരു മരണം നടന്ന വീടാണല്ലോ എന്ന് ഓർക്കാണ്ട് 3-ാമത്തെ ദിവസം വന്നിങ്ങോട്ട് കല്യാണം ആലോചിച്ചുകൊണ്ട് വരുന്ന അയൽവക്കക്കാർ. അതും 2ാം കെട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ, അല്ലെങ്കിൽ 45 വയസ്സുള്ളവർ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതാണ് കേട്ടോ. ഞാനും ചേച്ചി ഉണ്ടല്ലോ വീട്ടിൽ. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ കരഞ്ഞും കൂവിയും പാടത്തും പറമ്പിലൊക്കെ ആയിരുന്ന സമയത്ത് മരത്തിൻ്റെ പൊക്കത്ത് ജാതിയാണ് കേട്ടോ. അതിൻ്റെ പൊക്കത്ത് കയറി ഇരുന്നതായിട്ട് ഞങ്ങളെ ഒളിഞ്ഞ് കേട്ടോണ്ടിരുന്നൊരു ചേട്ടൻ. ഞങ്ങൾ കണ്ടു എന്നായി കഴിഞ്ഞപ്പോൾ ആളിറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളിയുടെ പാട്ടിന് പോയി. പിന്നെ മെയിനായിട്ടൊരു കൂട്ടുകാരുണ്ട് കേട്ടോ. നമ്മളെ സമാധാനിപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് നാട് നീളം നടന്നു കഴിഞ്ഞിട്ട് ഇന്ന് അവർ കരഞ്ഞിട്ടില്ല, അവരിന്ന് ഫുഡൊക്കെ കഴിച്ചു, അവരിന്ന് ചിരിച്ചു, അല്ലെങ്കിൽ അവരിന്ന് അവൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇന്നതാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ. ഇതുപോലത്തെ ആൾക്കാർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാനായിട്ട് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് എടുത്തോ. അപ്പോൾ ശരി കേട്ടോ, ബൈ, ടാറ്റാ.